വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റം LDFിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്ര ജനങ്ങൾ ഉറപ്പുവരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൻ ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്കുള്ള അത്യുത്സാഹമാണ് കേരളത്തിലുടനീളം ഞങ്ങൾ കാണുന്നത്. ഇവിടെ ചുരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ലോകോത്തരമായ നിലയിലുള്ള പുനരധിവാസ പാക്കേജ് ടൗൺഷിപ്പ് വഴി നടപ്പിലാക്കുമ്പോൾ അതിനോടൊപ്പം ചേരാതെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ അതിശക്തിയായിട്ട് എതിർക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ MPമാരും MLAമാരും സർവീസ് സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുൾപ്പെടെ എല്ലാവരും ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും അവരുടെ ആപ്പ് വഴി പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ അവസാനത്തെ കണക്ക് വന്നപ്പോൾ അത് കോൺഗ്രസ്സുകാർ പോലും വിശ്വസിക്കാത്ത രീതിയിലുള്ളൊരു കണക്കാണ് അവർ പുറത്തുവിട്ടത്. ഇപ്പോഴും തന്നെ ഞങ്ങൾക്ക് കടമാണ് 73 ലക്ഷം ഉറുപ്പിക ഞങ്ങൾക്ക് പുതിയ ബാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ 97 ലക്ഷം ഉറുപ്പിക KPCCയുടെ ഫണ്ട് കൂടി ചേർത്തിട്ടാണ് ഈ കടം. ഇനി വീടുണ്ടാക്കാൻ നയാ പൈസ ഇല്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെയാണ് കേരളം കണ്ടത്. കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച് ആളുകൾ പറയുന്നത് 100 കോടിയിലധികം പിരിച്ചു എന്നാണ്. കാരണം ലീഗുകാർ 40 കോടി പിരിച്ച കണക്ക് വീടും അവർ തയ്യാറാക്കി പറയുകയുണ്ടായി. ഗവൺമെൻറ് 410 വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി 178 വീട് ഒന്നാമത്തെ സോണിൽ നൽകുകയും ചെയ്തു. ബാക്കിയുള്ളത് വളരെ വേഗം പൂർത്തിയാക്കാൻ പോവുകയാണ്. ലോകോത്തരമായ രീതിയിലുള്ള ടൗൺഷിപ്പ് കൽപ്പറ്റ പട്ടണത്തിൻ്റെ തൊട്ട് അടുത്ത് നിർമ്മിച്ച് വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞങ്ങൾ സ്വന്തം നിലയിൽ വീട് നിർമ്മിച്ച് നൽകും. 100 KPCC പ്രസിഡൻറ്റും രാഹുൽ ഗാന്ധി 100ഉം യൂത്ത് കോൺഗ്രസ് 30, അങ്ങനെ 230 വീട്. ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പണി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. പോയി നോക്കാൻ അവിടെ പോയി നോക്കി, ഒരു പണിയും തുടങ്ങിയിട്ടില്ല. മാത്രമല്ല 3.25 ഏക്കർ സ്ഥലമാണ് ആകെ വാങ്ങിയിട്ടുള്ളത്. അവിടെ ഈ 230ൻ്റെ സ്ഥാനത്ത് 25 വീട് പോലും നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ളതും